അപ്പോൾ നമുക്ക് ജോൺസൺ മാഷിലേക്ക് വരാം. ഇവിടെ പറഞ്ഞ പോലെ ഏറ്റവും അവസാനത്തെ ചിത്രമായിരുന്നു ഞാൻ ഗന്ധർവൻ. അതിൻ്റെ ഒരു വലിയ ഈ പറഞ്ഞ ഒരു ത്രില്ലിലായിരുന്നു പപ്പേട്ടൻ. അതിൻ്റെ പശ്ചാത്തല സംഗീതമായാലും അതിൻ്റെ ഗാന സംഗീതമായാലും. അപ്പോൾ അതിൽ ജോൺസൺ മാഷ്ക്ക് എന്താണ് പറയാനുള്ളത്, ആ അനുഭവം? അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ നൊമ്പരപ്പാടുണ്ട് അതിൽ. ലാസ്റ്റ് പടം എനിക്ക് ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ളത്. ബട്ട് പാട്ടുകളെല്ലാം വളരെ മനോഹരമായിരുന്നു. ഇപ്പോൾ അതിക്ക് മുമ്പ് പപ്പേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഈ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് മിക്ക ഡയറക്ടേഴ്സിലും 99.5 വളരെ ഒരു എന്താ പറയുക, നമ്മൾ സോക്കോൾഡ് സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ ജാടയില്ലാത്ത ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്കറിയാം വാട്ട് ദേ വാണ്ട്. അനാവശ്യമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനോ ഹാരസ് ചെയ്യാനോ നിൽക്കുന്നില്ല. അതിൽ കുറേ കൂടെ മനസ്സിലാക്കുന്നതാണ് പപ്പൻ്റെ സംഗീതം അറിയാവുന്നതുകൊണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ രാജൻ പറഞ്ഞ ഈ ദേവാങ്കണങ്ങൾ. ഞങ്ങൾ അടുത്തടുത്ത റൂമിലിരിക്കുമ്പം അപ്പോൾ ഈ കോൺസെപ്റ്റിൽ, ഗന്ധർവൻ്റെ കോൺസെപ്റ്റിൽ നമുക്ക് തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. അതൊരു നോർത്ത് ഇന്ത്യൻ കൾട്ട് മതി എന്ന് വെച്ചിട്ട് ഞാൻ നോർത്ത് ഇന്ത്യൻ സംഗീതം പഠിച്ചിട്ടില്ല. അത് വേറെ. അപ്പോൾ അടുത്തിരിക്കുമ്പോൾ എനിക്ക് യൂഷ്വലി ഒരു ഒബ്സഷൻ ഉണ്ട്. ഹാർമോണിയം കയ്യിലാണെങ്കിൽ ഒരു 3 ശ്രുതിക്ക് അതങ്ങനെ അറിയാണ്ട് പോകും. ചുമ്മാ സ്കെയിൽ ഇങ്ങനെ കാഷ്വലായിട്ട് ഇതുണ്ടുമ്പോൾ ഒരു ഓഡ് നോട്ടിലൊരു വളരെ വ്യത്യസ്തമായ നോട്ടിലൊരു തുടക്കം കിട്ടും. ശരിയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഫൈനായിട്ട് പാടിയതാണ്. അപ്പോൾ പാടിയത് ഇങ്ങനെയല്ല, ഇത് ഉറച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ആ ബിഗിനിങ് നോട്ടാണ് സ്പാർക്കായിട്ട് കിട്ടിയത്. ഇതിപ്പോൾ അറിയാം, മിനിസോറിന് അറിയാൻ പറ്റും. സാ എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ ഷഡ്ജമേ കാണിച്ചിട്ടില്ല. അവിടേക്കേ വരുന്നുള്ളൂ ശ്രുതിയിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചുമ്മാ പാടി മുമ്പോട്ടിനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു എൻ്റെ റൂമിൽ. ഇപ്പം എന്താ ഒന്ന് മൂളി ചെയ്തെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ല, അത് ഒന്നും ഉറപ്പിച്ചിട്ടില്ല, വെറുതെ കാഷ്വലായിട്ട് മൂളി. ഒന്നുകൂടെ മൂളിക്കാം. അല്ല, എനിക്ക് ആ ബിഗിനിങ് നോട്ട് വളരെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അത് ഞാൻ മറന്നു. അപ്പോഴേക്ക് തുടങ്ങിയത് മറന്നു. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി അതൊരു നല്ലൊരു സാധാരണ അല്ലാത്തൊരു ബിഗിനിങ് കാണുന്നു. പിന്നെ മറ്റൊന്നുണ്ടായിരുന്നു, നേരേരാര. അപ്പോൾ അങ്ങനെ പപ്പേട്ട ഇരിക്കുമ്പോൾ തന്നെ പല്ലവിയുടെ പോർഷനായി. ലൈന് ആയിട്ടില്ല. രേ താരേ താരേ നാദേ നന്നാരേ തരാനനാരേ ലാരേ തനന തരരാ തനനേ തദരേ ദരേ നാരേ നാരേ നാദേ നന്നാരേ താനരാന നാനനം നാദീരരാരി താനരാരി താരരം. അത്രയൊക്കെ ആയിട്ടുള്ളൂ കോമ്പറ്റി. അത് പറഞ്ഞു
ഇതാണ് പാട്ട്, ഞാൻ പോയിട്ട് വരാം, നീ കംപ്ലീറ്റ് അത്രയും ഡാം ഷുവർ. അതാണ് പത്മരാജൻ. വാട്ട് വിൽ ബി ദ ഔട്ട്കം, വാട്ട് വിൽ ബി ദ റിസൾട്ട് എന്നുള്ള മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ട്. പിന്നീടാണ് മറ്റേ വിക്രികളൊക്കെ പിന്നീടാണ് വന്നത്. അത് പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് വന്നത്. കൈതപ്പുറല്ലേ എഴുതിയിരുന്നത്? അതെ അതെ, കൈതപ്പുറത്തിൻ്റെ അതിൽ ആ പല്ലവി അത് അയാൾ സ്തുതിക്കണം കേട്ടോ. അത് ഈ ഗന്ധർവന് പപ്പറ്റിന് ഉണ്ടാക്കി വെച്ചൊരു കോൺസെപ്റ്റ് എന്നോട് പറഞ്ഞത്, ഇയാൾ ഗന്ധർവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല പാട്ടുകാരനാണ്, പിന്നെ ഭയങ്കര സുന്ദരനാണ് ഇയാൾ. ദേവലോകത്തെ ദേവന്മാർക്ക് പാട്ടുപാടി അവർ സൂചിപ്പിക്കുകയും സോമരസം ഒഴിച്ചു കൊടുക്കുകയാണ് ഇവൻ്റെ പണി. അപ്പോൾ ഇതിൽ ദേവലോകത്തെ സുന്ദരികൾ ഇവൻ്റെ പുറകിലങ്ങനെ കൂടിയാൽ കുറ്റം ഇവനാ, അവരെ ഒന്നും ചെയ്യില്ല. ഇയാളെ ശിക്ഷിച്ച് ഭൂമിയിലേക്ക് വിടും. ഭൂമിയിലേക്ക് വിട്ടാലോ ഇവിടെ എല്ലാ പെണ്ണുങ്ങളായിട്ട് എന്ത് വേണമെങ്കിൽ ആവാം, പക്ഷെ മനസ്സ് കൊടുക്കാൻ പാടില്ല. അത് അതിലും വലിയ ശിക്ഷ. അതാണ് അങ്ങനെ ലൈൻ വന്നത്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അഴമകണമാശകി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോല മേഘമായി. സായാഹ്ന സാനുവിൽ വിലോല മേഘമായി. മനോഹരം. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ലിറിക്സ്. തീർച്ചയായിട്ടും.